Hey traders, this is Junaid. Welcome back Elemental Trading. ഇന്നത്തെ സെഷനകത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൺഡേ ഞാൻ ഡിസ്കോഡ് കമ്മ്യൂണിറ്റിനകത്ത് ഒരു GBP USDയുടെ ഒരു ബൈ മോഡൽ സെറ്റപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതേ GBP USDനകത്ത് ഒരു ഡെയിലിയുടെ ബേസിൽ ഒരു സെൽ മോഡലും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ സ്ക്രീനകത്ത് കാണുന്ന ഈ ഒരു സെൽ മോഡലാണ് ഡെയിലിന്റെ ബേസിലും ആൻഡ് H4ന്റെ ബേസിലുള്ള ബൈ മോഡൽ ഞാൻ നമ്മുടെ ഡിസ്കോഡ് കമ്മ്യൂണിറ്റിനകത്ത് ഞാൻ ക്ലീൻ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിൽ കൂടാതെ നമ്മുടെ എലമെന്റലിലെ പ്രൈവറ്റ് ടെലിഗ്രാം ചാനലിനകത്തും ഞാൻ ഈ സെറ്റപ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് ടെലിഗ്രാം ചാനലിനകത്ത് ഞാൻ ഇതുപോലെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സെറ്റപ്സ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റിനകത്ത് എടുക്കുന്ന ഏതൊക്കെ സെറ്റപ്പ് ആണോ അതെല്ലാം ഞാൻ കംപ്ലീറ്റ് ആയിട്ടും എവിടെയും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പബ്ലിക് ടെലിഗ്രാം ചാനലിനകത്തും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിനകത്ത് വന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കമന്റ് ബോക്സിനകത്തും എന്ത് ചെയ്യാം, ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിനകത്ത് അവിടെ ഞാൻ പേഴ്സണലി എടുക്കുന്ന എല്ലാ സെറ്റപ്സും നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ആ ഒരു എൻട്രി എടുക്കുന്ന സമയത്ത് അതിന്റെ പ്രോബബിലിറ്റി എത്രത്തോളമാണ്, റിസ്ക് ആണോ, മീഡിയം ആണോ, മോഡറേറ്റ് ആണോ, ഇതെല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. എൻട്രി മിസ് ആയാലും എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്യാറുണ്ട്, അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഓൾസോ അതേ ചാനലിനകത്ത് തന്നെ ഞാനൊരു എന്താ പറയാ, നിങ്ങൾക്ക് ഞാനുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ചാറ്റ് ഫീച്ചർ ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് റിലേറ്റഡ് ആയുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെലിഗ്രാം ചാനലിനകത്ത് വന്ന് ചോദിക്കാം. പെട്ടെന്ന് റീപ്ലൈ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എവിടെ ചോദിക്കാം, ഈ വീഡിയോയുടെ കമന്റ് ബോക്സിനകത്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ ഈ ഒരു H4ന്റെ ബേസിലുള്ള ബൈ മോഡൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സെറ്റപ്പ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സോ ഞാൻ അവിടെ എന്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ബൈ എൻട്രി അല്ലെങ്കിൽ ഒരു ബൈ പ്ലാൻ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ സെറ്റപ്പ് പോസ്റ്റ് ചെയ്ത സമയത്ത് എന്റെ വൺ ഓഫ് ദി സ്റ്റുഡന്റ് ആയിട്ടുള്ള ഷുഹൈബ് അവിടെ ഒരു ഫ്ലിപ്പ് സോൺ ഉണ്ടല്ലോ, അപ്പൊ എന്തുകൊണ്ട് അവിടെ എൻട്രി എടുക്കുക, ഇത്തരം കാര്യങ്ങൾ അപ്പൊ ഞാൻ അന്ന് തന്നെ ആ ഒരു വീഡിയോ അന്ന് തന്നെ ഞാൻ കമ്മ്യൂണിന് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടായി എന്തുകൊണ്ട് എൻട്രി എടുക്കാത്തില്ല. മെയിൻ റീസൺ ഇവിടെ കാണുന്ന ലിക്വിഡിറ്റിയാണ്. ഓക്കെ, സോ എന്താണ് ഈ ഒരു GBP USDയുടെ എൻട്രി എടുക്കാനുള്ള കാരണം, ഇതിന്റെ HTF to LTF അനാലിസിസ് ആണ് ഇന്നത്തെ വീഡിയോനകത്ത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കറന്റ്ലി നിങ്ങളുടെ ഫ്രണ്ടിൽ കാണാൻ വേണ്ടി പറ്റുന്നത് GBP USDയുടെ ഡെയിലി ടൈം ഫ്രെയിം LP ആയിട്ട് എടുത്തിരിക്കുന്നത് FXForex.com ആണ്. ഈ LP ഞാൻ എടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, റീസൺലി തൊട്ട് മുമ്പ് ഞാൻ ചെയ്ത XAUSDയുടെ ഒരു സ്റ്റുഡന്റ് ആയിട്ടുള്ള ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് 1, 2 പേര് എനിക്ക് പേഴ്സണലി വാട്സാപ്പ് നമ്പറിൽ വന്നിട്ട് മെസ്സേജ്, നിങ്ങൾ നോക്കിയ ചാർട്ടിലെ ഡാറ്റയും ഞങ്ങൾ നോക്കിയ ചാർട്ടിലെ ഡാറ്റയിലും കുറച്ച് ഡിഫറൻറ് ഉണ്ട്. അപ്പൊ ഇപ്പോഴും ഒരുപാട് പേർക്ക് അറിയില്ല. ഇവിടെ നമുക്ക് ഒരു ട്രേഡിംഗ് വ്യൂവിനകത്ത് വരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് LP ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് ഉണ്ട്. അത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്രൊവൈഡേഴ്സ് ആണ് OINDയും FXCM Forex.com. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ എന്ന് പറഞ്ഞത് അൽപാരിയാണ്. അപ്പൊ അൽപാരയായിട്ട് കുറച്ചും കൂടി കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഡാറ്റ ആയിട്ട് കുറച്ചുകൂടി മാച്ചിങ് ആയിട്ടുള്ള LP എന്ന് പറയുന്നത് Forex.comന്റെ ഡീറ്റെയിൽ ആണ്, അല്ലെങ്കിൽ അവർ തരുന്ന ഡാറ്റയാണ്. സോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ, ഈ ഓരോ ഡീറ്റെയിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ, ഈ ഓരോ ബ്രോക്കേഴ്സും ആണ് നമുക്ക് ഇവിടെ തരുന്ന ഡാറ്റ എന്ത് ചെയ്യുന്നത്, കാണിച്ചു തരുന്നത്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. സോ ഞാൻ യൂസ് ചെയ്യുന്ന Forex.com ആണ്. OIND ഉണ്ട്, FXCM ഉണ്ട്. പിന്നെ Forex.comന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഗ്യാപ്സ് കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഒരു അഡ്വാൻറ്റേജ് ആണ്, അറ്റ് ദ സെയിം ടൈം ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ബിക്കോസ് നമുക്ക് ഗോൾഡിലൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഗ്യാപ്സ് ഗോൾഡ് നല്ല രീതിയിലേക്ക് ഫില്ല് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗോൾഡിനകത്തൊരു സെൽ ഓഫ് ഉണ്ടായിരുന്നു. ആ സെൽ ഓഫ് എനിക്ക് മിസ്സാകാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ മീൻ ഈ ഒരു ഗ്യാപ്പ് ഞാൻ വിട്ടത് കാരണമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ശരി, ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ കാണുന്ന GBP USDയുടെ ഒരു ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടാണ്. സോ GBP USDയുടെ ഈ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊരു ഓവറോൾ ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്യാം. ബിക്കോസ് ഇത് പ്യൂർലി ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് എന്റെ സ്ട്രാറ്റജി യൂസ് ചെയ്ത് ലിക്വിഡിറ്റി ഇൻവെസ്റ്റ്മെന്റ് തിയറം യൂസ് ചെയ്ത് സ്ട്രാറ്റജി യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സ് എങ്ങനെയാണ് മാർക്കറ്റിനെ ഫ്രം ദ മന്ത്ലി തൊട്ട് അപ്രോച്ച് ചെയ്യണം. സോ അതിനും കൂടി വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത്. സോ നിങ്ങൾക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്ന അല്ലെങ്കിൽ പബ്ലിക്സിന് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്ന വിചാരിക്കുന്നു. സോ ഞാൻ മന്ത്ലി ചാർട്ട് എടുത്തു. മന്ത്ലി ജസ്റ്റ് ഞാൻ കണ്ണോടിച്ച് പോകുന്നുള്ളൂ. ഓവറോൾ നോക്കുന്ന സമയത്ത് മന്ത്ലി മാർക്കറ്റ് ബെയറിഷ് ആണ്. കറന്റ് പ്രൈസ് ഉള്ളത് മന്ത്ലിയുടെ ഒരു ബ്രേക്ക് ബ്ലോക്കിൽ റിജക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത്. ആൻഡ് വീക്കിലേക്ക് വരുന്ന സമയത്ത് വീക്കിലിയും ഓവറോൾ മാർക്കറ്റ് ഒരു ബെയർ സെന്റിമെന്റ് തന്നെയാണ്. പക്ഷേ റീസെന്റ് പ്രൈസ് ആക്ഷൻ പ്രകാരം മാർക്കറ്റ് എന്താണ്, ഇറ്റ്സ് ബുള്ളിഷ്. സോ ഓഫ് കോഴ്സ് അത് അങ്ങനെ തന്നെയായിരിക്കും. മന്ത്ലിനേക്കാളും കുറച്ചും കൂടി എന്താ പറയുക, ചെറിയ ഡാറ്റ ആണ് വീക്കിലേക്ക് വരുന്ന സമയത്ത്. സോ വീക്കിലി നോക്കുന്ന സമയത്ത് ഓവറോൾ മാർക്കറ്റിന്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഓവറോൾ മാർക്കറ്റ് ബേസ്ഡ് ഓൺ റീസെന്റ് പ്രൈസ് ആക്ഷൻ മാർക്കറ്റ് ബുള്ളിഷ് ആണ്. പ്രീവിയസ് ആയിട്ടുള്ള എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി അല്ലെങ്കിൽ നമ്മുടെ ERLs ക്ലിയർ ചെയ്ത് പ്രൈസ് എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ് സൈഡിലേക്ക് ഈച്ച് ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കുന്ന സമയത്ത് എന്റെ ലാസ്റ്റ് ഉണ്ടായിരുന്ന ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഫ്രം ഈ ഒരു കാണുന്ന, ഓക്കെ, എന്റെ ലാസ്റ്റ് ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഫ്രം ഹിയർ
ടു ഹിയർ ഇതുവരെയായിരുന്നു എന്റെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞത്. സോ മാർക്കറ്റിനകത്ത് നോക്കുന്ന സമയത്ത് ഒരു ലിക്വിഡിറ്റി ഹണ്ട് ഇവിടെ നടന്നിട്ടുണ്ട്. ദെൻ വി ഹാവ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഹിയർ. സോ എനിക്ക് എന്ത് കിട്ടി? ഒരു ലിക്വിഡിറ്റി ഹണ്ട്, ഐ മീൻ ഒരു കൈൻഡ് ഓഫ് മാനിപ്പുലേഷനും ദെൻ റിവേഴ്സലും കിട്ടി. സോ ഒരു ലിക്വിഡിറ്റി ഹണ്ട് ആൻഡ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തന്നു. ഒരു സ്ട്രോങ് കെം പ്രൈസ് മാർക്കറ്റിനകത്ത് ക്രിയേറ്റ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം എനിക്ക് എന്തും ക്രിയേറ്റ് ചെയ്തു? ഒരു വീക്ക് എമ്മും പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീക്ക് എം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് പിന്നീട് ഡൗൺ സൈഡിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തന്നില്ല. സോ ഞാൻ റേഞ്ച് എക്സ്പാൻഷന്റെ സിനാരിയോ പറഞ്ഞ സമയത്ത് പ്രൈസ് പിന്നെ എന്ത് ചെയ്തു? ഇവിടെ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വന്നു. പക്ഷെ തിരിച്ച് അപ്പ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വന്നു. പക്ഷെ തിരിച്ച് അപ്പ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല? പ്രൈസിന് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യാൻ പറ്റില്ല. പ്രൈസ് ഒരു റിജക്ഷനോട് കൂടിയാണ് ക്ലോസ് ചെയ്തത്. സോ മന്ത്ലി ടൈം ഫ്രെയിമിന്റെ ഫസ്റ്റ് റിജക്ഷൻ ഇവിടെയാണ് തന്നിട്ടുള്ളത്. സെക്കൻഡ് റിജക്ഷൻ എവിടെയാണ് തന്നിരിക്കല്? ജസ്റ്റ് ലൈക്ക് ഹിയർ. ആൻഡ് ഓൾസോ ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്രൈസ് പ്രീവിയസ് ആയ സ്വിംഗ് ഹൈ എന്ത് ചെയ്തു? റിജക്ട് ചെയ്തു. ഇതിന്റെ മുകളിൽ അറ്റ്ലീസ്റ്റ് ക്യാൻഡിൽ ബോഡിയോട് കൂടി പോലും പ്രൈസ് എന്തില്ല? ബ്രേക്ക് ചെയ്യില്ല. സോ നമുക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഒരു CRT മോഡലൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യാം. CRTക്ക് നമുക്ക് വരുന്ന ക്ലാസ്സിനകത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം? CRT കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. സോ കറന്റ് ഇതാണ് എന്റെ ഓവറോൾ വീക്ക്ലി ബയാസ്. സോ ഇതെന്റെ ഫ്രം ഹിയർ ടു ഹിയർ ആണ് എന്റെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞത്. ഇതിനകത്തായിരിക്കും ബൈനുള്ള പോസിബിലിറ്റി നോക്കുക. ഇനി പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ ബ്രേക്കപ്പ് ബ്ലോക്ക് ഉണ്ട്. ഓക്കെ. സോ ബ്രേക്കപ്പ് ബ്ലോക്ക് കാര്യങ്ങൾ അതിന്റെ ഫസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് ജസ്റ്റ് ബ്രേക്കപ്പ് ബ്ലോക്കിന് നിയറസ്റ്റ് ആയിട്ട് എനിക്ക് എന്തുണ്ട്? ലിക്വിഡിറ്റി പോയിന്റും പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ഉണ്ട്. സോ ഇത്രയും ഡാറ്റയാണ് വീക്ക്ലി ഉള്ളത്. ആൻഡ് റീസെന്റ് പ്രൈസ് നോക്കുന്ന സമയത്ത് വീക്ക്ലി ഒരു കൈൻഡ് ഓഫ് എന്താ പറയാ, ഒരു ബുള്ളിഷ് സെന്റിമെന്റ് തന്നെയാണ്. ഇനി എനിക്കിവിടെ ആകെ ചെയ്യേണ്ട കാര്യം എന്താണ്? ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ. സോ വീക്ക്ലി പ്രൈസ് ആൻഡ് ട്രേഡിംഗ് റേഞ്ച് ഫ്രം ഹിയർ ടു ഇതിനകത്താണ് ഞാൻ ബൈയുള്ള പോസിബിലിറ്റി നോക്കുക. സോ കറന്റ് പ്രൈസ് എന്റെ കൗണ്ടർ ട്രെൻഡ് പ്രകാരം മാർക്കറ്റ് ഇപ്പൊ എന്താണ്? ബിയറിഷ് ആണ്. ബിക്കോസ് ഞാൻ വീക്ക്ലി എക്സ്പെക്ട് ചെയ്യുന്നത് ഈ കാണുന്ന ബ്രേക്കപ്പ് ബ്ലോക്ക് ആണ്. അഗെയിൻസ്റ്റ് ട്രെൻഡ് അല്ലെങ്കിൽ കൗണ്ടർ ട്രെൻഡ് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് എന്താണ്? ബിയറിഷ് ആണ്. പ്രീവിയസ് ആയിട്ടുള്ള എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി പ്രൈസിന് ഇവിടെ എന്ത് ചെയ്യാനും പറ്റിയില്ല? ക്ലിയർ ചെയ്യാനും പറ്റില്ല. സോ അതിന് പകരം പ്രൈസ് ഒരു ക്യാൻഡിൽ വിക്കോട് കൂടി ക്ലോസ് ചെയ്തു. എനിക്ക് അഗെയിൻസ്റ്റ് ട്രെൻഡ് ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? ഒരു കൗണ്ടർ ട്രെൻഡ് മാർക്കറ്റ് സെക്ടർ ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ ലാസ്റ്റ് ലിക്വിഡേഷൻ തന്നിട്ടുണ്ട് ജസ്റ്റ് ഹിയർ. സോ എനിക്ക് സ്വീപ്പും കിട്ടി, ബ്രേക്ക് ഔട്ട് സിസ്റ്റം കിട്ടി, എനിക്ക് സ്ട്രോങ് കെം മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് വീക്കെമ്മും പ്രൈസ് എവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? ജസ്റ്റ് ഹിയർ. ദെൻ വൺസ് വീക്കെം ക്രിയേറ്റ് ചെയ്ത പ്രൈസ് അപ്സൈഡിലേക്ക് വന്നു. അപ്സൈഡിലേക്ക് വന്നതിന് ശേഷം എവിടെ റിയാക്ട് ചെയ്തു? എന്റെ വീക്ക്ലിന്റെ ഫ്ലിപ്പ് സോൺ അല്ലെങ്കിൽ സപ്ലൈ സോണിൽ പ്രൈസ് എന്ത് ചെയ്തു? മാർക്കറ്റ് റിയാക്ട് ചെയ്തു. ഈ റിയാക്ട് ചെയ്ത പ്രൈസ് ഒരു അഗ്രസീവ് ആയ സെൽ ഓഫ് ആണ് പ്രൈസ് താഴോട്ട് തന്നത്. ആൻഡ് ഈ താഴോട്ട് വരുന്ന സമയത്ത് പ്രൈസിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? കൗണ്ടറിന്റെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി പ്രൈസിന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. സോ വിച്ച് മീൻസ് ഈ ഒരു ഹൈ പോസിബിലി എന്തിനുള്ള ചാൻസ് ഉണ്ട്? ഫെയിൽ ആവാനുള്ള ചാൻസസ് പ്രോബിലിറ്റി കൂടുതലാണ്. ചിലപ്പോൾ പ്രൈസ് എന്ത് ചെയ്യാം? കുറച്ചും കൂടി അപ്പ് സൈഡിൽ വന്നിട്ടായിരിക്കും ചിലപ്പോൾ ഒരു സെൽ ഓഫ് മാർക്കറ്റിന് തരുന്നുണ്ടാവുക. ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു കൈൻഡ് ഓഫ് റിലേറ്റീവ് ഈക്വൽ ഹൈ എല്ലാം വീക്കിന്റെ ബേസിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ കുറച്ചുകൂടി ബിഗർ പിക്ചർ ആയിരിക്കും നമ്മൾ ഡെയിലിയിലേക്ക് വരുന്ന സമയത്തുള്ള ഡാറ്റ എന്ന് പറഞ്ഞത്. സോ ഡെയിലിയിലേക്ക് വരുന്ന സമയത്ത് സ്റ്റിൽ വീക്ക്ലി പോലെ തന്നെ ഡെയിലി മാർക്കറ്റ് എന്താണ്? ഒരു ബുള്ളിഷ് ആണ് മാർക്കറ്റിന്റെ ഒരു ഓവറോൾ സെന്റിമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഡെയിലിയുടെ ട്രേഡിംഗ് റേഞ്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ലാസ്റ്റ് സ്വീപ്പ് നടന്നത് ഐ തിങ്ക് ജസ്റ്റ് സംവെയർ അറൗണ്ട് ഹിയർ. ഇവിടെ എനിക്ക് തോന്നുന്നൊരു എന്താ പറയാ, ജസ്റ്റ് എ സെക്കൻഡ്. ഇവിടെ സ്ട്രക്ചർ പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. യാ, പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ബട്ട് പ്രൈസ് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഒരു ലിക്വിഡിറ്റി ഹണ്ട് തന്നിട്ടുണ്ട്. ദെൻ വി ഹാവ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഹിയർ. സോ സ്ട്രോങ് ക്യാം കിട്ടിയിട്ടുണ്ട്. വീക്കിന്റെ പ്രീവിയസ്ലി നമ്മൾ നോക്കിയ വീക്കിന്റെ വീക്ക്യോമിന്റെ അവിടെ തന്നെയാണ് ഡെയിലിയുടെ എന്തും വന്നിരിക്കുന്നത്? വീക്കെമ്മും മാർക്കറ്റിനകത്ത് പ്രൈസ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഡെയിലിയിൽ വരുന്ന സമയത്തും മാർക്കറ്റ് എന്താണ്? ബുള്ളിഷ് ആണ്. വീക്ക്ലി മാർക്കറ്റ് ബുള്ളിഷ് ആണ്. മന്ത്ലി മാർക്കറ്റ് എന്താണ്? ബെയറിഷ് ആണ്. മന്ത്ലിയുടെ ലാസ്റ്റ് റിജക്ഷൻ ക്യാൻഡിൽ കിട്ടിയത് ഈ ഒരു കാണുന്ന ഏരിയ ആണ്. സോ പ്രീവിയസ് നോക്കുന്ന സമയത്ത് എന്റെ ബേസ്ഡ് ഓൺ ഡെയിലി പ്രൈസ് കറന്റ് ഉള്ളത് എന്റെ ഡെയിലിയുടെ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വരാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. ഹിയർസ് മൈ ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ ഫ്ലിപ്പ് സോൺ എന്നൊക്കെ വിളിക്കാം. സോ പ്രൈസ് എന്ത് ചെയ്തു? എന്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വരാൻ നോക്കി. പക്ഷെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല? പ്രൈസ് എന്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വന്നില്ല. പകരം എന്ത് ചെയ്തു? ജസ്റ്റ് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിന്റെ ഡാറ്റ ജസ്റ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. വിസിബിലിറ്റി H4 ഇതിലൊന്നും വേണ്ട. ഓക്കെ. സോ എന്ത് ചെയ്തു? ജസ്റ്റ് എന്റെ ബുള്ളിഷ് ട്രേഡിംഗ് റേഞ്ചിന്റെ വീക്കം കിട്ടി താഴോട്ട് വന്നു. ആൻഡ് എന്ത് ഫെയിലായി? ഈ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? വിക്കോട് കൂടി അപ്പ് സൈഡിൽ എന്ത് ചെയ്തു? മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ആൻഡ് ഡെയിലിയുടെ ബേസിൽ നോക്കുമ്പോൾ ഡെയിലിയിൽ എന്തുണ്ടായി? നമുക്ക് കൗണ്ടർ ട്രെൻഡ് ട്രേഡ് ഉണ്ടായിരുന്നു. നമ്മളെ വീക്കിന്റെ സെയിം ഏരിയ. വീക്കിന്റെ നമ്മൾ സപ്ലൈ നേരത്തെ മുമ്പത്തെ ഒരു വീക്ക്ലി ചാർട്ടിനകത്ത് നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ഈ കാണുന്നത് വീക്കിന്റെ സപ്ലൈ ആണ്. പ്രൈസ് വീക്കിന്റെ സപ്ലൈയിൽ വന്നിട്ട് അത്യാവശ്യം റിജക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നിട്ട് എങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്? ഡൗൺ സൈഡ് ലൈൻസിൽ. നമുക്ക് ഇവിടെ കൗണ്ടറിൽ എന്ത് നോക്കാം? സെൽ ഓഫ് ഓപ്പർച്യൂണിറ്റി നോക്കാം. എവിടെ വരെ? നമ്മുടെ പ്രീമിയം ഡിസ്കൗണ്ട്, നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് വരെ, അല്ലെങ്കിൽ നമ്മുടെ ബുള്ളിഷിന്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വരെ നോക്കാം. പക്ഷേ പ്രൈസ് എന്ത് ചെയ്തു? പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ടാപ്പ് ചെയ്തു താഴോട്ട് ഫോളോ ആയി. പക്ഷെ ഇവിടെ വന്നില്ല. എന്റെ
എന്താ പറയാ, ഡെയിലിയുടെ അല്ലെങ്കിൽ ഡെയിലിയുടെ ഡിമാൻഡ് സോണിൽ വന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വന്നില്ല. അതിന് മുമ്പ് പ്രൈസ് ഈ ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു? അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്തു. സോ എന്റെ ഒരു ഞാൻ എക്സ്പെക്ട് ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡെയിലിയുടെ ഒരു സെൽ സൈഡ് ഓപ്പർച്യൂണിറ്റി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൾറെഡി പറഞ്ഞു. അത് എന്തിന്റെ ബേസിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പ്രൈസ് കൗണ്ടറിൽ റിയാക്ട് ചെയ്ത് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നെക്സ്റ്റ് പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഫെയിൽ ആയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ജസ്റ്റ് എ സെക്കൻഡ്, ഈ ഒരു സപ്ലൈ ആയിരുന്നു ഞാൻ അവിടെ ഒരു പോസിബിലിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സപ്ലൈ എടുക്കാനുള്ള മെയിൻ കാരണം ഈ ഒരു പ്രീവിയസ് ആയുള്ള കൗണ്ടർ ട്രെൻഡിന്റെ സപ്ലൈയിൽ വന്നു, റിജക്ട് ചെയ്തു. പ്രൈസ് ഡൗൺ സൈഡിലേക്ക് ഒരു മൊമെന്റം തന്നു. പക്ഷെ എന്നെ ഒരു കൺഫ്യൂസിംഗ് ആക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ പ്രോബബിലിറ്റി കുറക്കുന്ന ഒരു കാര്യം പ്രൈസ് ഇവിടെ ചെയ്തതെന്താ വെച്ച് കഴിഞ്ഞാൽ, കൗണ്ടർ നോക്കുകയാണെങ്കിൽ നമ്മൾ വീക്കിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട്, വീക്കിന്റെ എക്സ്റ്റേണൽ പ്രൈസിന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ജസ്റ്റ് ക്ലിയർ ചെയ്തു. പക്ഷെ ക്യാൻഡിൽ എന്തോടുകൂടി ക്ലോസ് ചെയ്തില്ല? ബോഡിയോട് കൂടി ക്ലോസ് ചെയ്തില്ല. ജസ്റ്റ് വിക്ക് ക്ലോഷർ മാത്രമാണ് തന്നത്. വിച്ച് മീൻസ് മാർക്കറ്റ് ഈ ഒരു കാണുന്ന ഏരിയ വീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ എന്തായിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾസോ ഈ ഒരു കാണുന്ന ഏരിയന്റെ പ്രോബ്ലം അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയാ, ഡെയിലി ചാർട്ട് അല്ലേ, ഒരു ചെറിയൊരു സ്കാൽപ്പിംഗിൽ അല്ലെങ്കിൽ ചെറിയൊരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റിയുള്ള പോസിബിലിറ്റി ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ കാണുന്ന പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ പ്രോബബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റിനകത്ത് പ്രൈസ് എന്ത് തന്നിട്ടുണ്ട്? കൈൻഡ് ഓഫ് ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി. എന്താ പറയുക, സ്ട്രോങ്ങസ്റ്റ് ആയുള്ളൊരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റിയാണ് മാർക്കറ്റിനകത്ത് പ്രൈസ് ഇവിടെ എന്ത് ചെയ്ത് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ എന്റെ ട്രെൻഡ് ലൈൻ ഉണ്ട്, പ്ലസ് എനിക്ക് സപ്ലൈ സോൺ ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ആ ഒരു കാണുന്ന ഏരിയ ഞാൻ എന്തിനുള്ള ഓപ്പർച്യൂണിറ്റി നോക്കിയേ, സെൽ ഓഫ് ചെയ്യാനുള്ള നോക്കി. പക്ഷേ ഈ കാണുന്ന ഏരിയ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലിക്വിഡിറ്റി. നിങ്ങൾ ജസ്റ്റ് പ്രീവിയസ്ലി നോക്കിയാൽ മതി, ഇത് എന്താണ്? ഒരു ട്രെൻഡ് ലൈനിന്റെ ഭാഗമാണ്. പ്രൈസ് ഇനി ഇവിടെയുള്ള രണ്ട് പോസിബിലിറ്റീസ് നമുക്കിവിടെ പ്രതീക്ഷിക്കാം. ഒന്നാമത്തെ കാരണം വെച്ചാൽ പ്രൈസ് എന്ത് ചെയ്യാം? ഇതിനെ ബ്രേക്ക് ചെയ്ത് പോവാം. ഓക്കെ, അപ്സൈഡിലേക്ക് പോവാം. പക്ഷെ പ്രൈസിന് അപ്സൈഡിലേക്ക് പോകാൻ താല്പര്യമില്ല. സെൽ സൈഡ് തന്നെയാണ് പ്രൈസ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും മാർക്കറ്റ്? കുറച്ചുകൂടി ഇങ്ങനെ പതിയെ പതിയെ അപ്സൈഡിലേക്ക് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? ക്യാൻഡിൽ വിക്കോട് കൂടി ക്ലോസ് ചെയ്യും. എന്നിട്ട് ഈ ലിക്വിഡിറ്റീസ് എല്ലാം ഹണ്ട് ചെയ്തിട്ടായിരിക്കും പിന്നെ പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ടാവുക? ഒരു ഡൗൺ സൈഡ് മൊമെന്റം മാർക്കറ്റിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. സോ ഇത്രയാണ് ഡെയിലിയുടെ ഇൻഫർമേഷൻ. തന്നെ ഇവിടെ ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഞാൻ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഷോർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഈ ഒരു കാണുന്ന ഏരിയയിൽ വന്നിട്ട് നോക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം നിങ്ങൾ H4 വരുന്ന സമയത്ത് H4ന്റെ ബേസിലായിരുന്നു ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ട്. സോ ഞാൻ നോക്കുന്ന സമയത്ത് ദാറ്റ് ഡേ മാർക്കറ്റ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ ഒരു നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉള്ള ഡാറ്റ പ്രകാരം ഇപ്പൊ നോക്ക്, ഇവിടെ പ്രൈസ് ലിക്വിഡേഷൻ നടന്നിട്ടുണ്ട്. ദെൻ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ വന്നു. ഒരു സ്ട്രോങ് ക്യൂം കിട്ടി. എനിക്ക് വേണ്ട എന്താണ്? വീക്ക്യം വേണം. സോ പ്രൈസ് ഇവിടെ എന്തും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? ഒരു വീക്ക്യമോ മാർക്കറ്റിനകത്ത് പ്രൈസ് അപ്പൊ സ്ട്രോങ് ക്യൂമും ആയി, വീക്ക്യമോ ആയി. സോ അന്ന് ഞാൻ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഷുഹൈബ് പറഞ്ഞ പോലെ ഇവിടെ ഒരു ഫ്ലിപ്പ് സോൺ ഉണ്ടായിരുന്നല്ലോ. ആ ഫ്ലിപ്പ് സോണിൽ നമുക്ക് സെൽ ഓഫ് നോക്കിക്കൂടായിരുന്നല്ലോ. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു, ആഹ് ഇതിന്റെ തൊട്ട് മുകളിൽ ഒരു ലിക്വിഡിറ്റി ഉണ്ട്. ആ ലിക്വിഡിറ്റിയാണ് ഈ കാണുന്നത്. ഇത് ഹണ്ട് ചെയ്യുന്ന ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് കിട്ടുന്നുണ്ടാവുക? ഒരു ഷോർട്ട് സെല്ല് മാർക്കറ്റിന്. അപ്പൊ ഈ ലിക്വിഡിറ്റി ഹണ്ടിങ് ഞാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ കാണുന്ന ഡിമാൻഡ് സോൺ. ഓക്കെ, ഇത് അലൈൻഡ് ആയിട്ട് വരുന്ന ക്യൂമൽ ആയിട്ട് എന്ത് ചെയ്യുന്നത്? അലൈൻഡ് ആയിട്ട് വരുന്നത്. പക്ഷെ അത് ക്യൂമലിലേക്ക് എത്തിയില്ല. ഡിമാൻഡ് സോണിൽ പ്രൈസ് ടാപ്പ് ചെയ്ത് ജസ്റ്റ് എന്ത് ചെയ്തു? അപ്സൈഡിലേക്ക് പോവാണ് ചെയ്തത്. സോ ഇതായിരുന്നു എന്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞത്. H4ന്റെ ബേസിൽ വരുന്ന സമയത്ത് ഞാൻ അപ്സൈഡ് ആണ് നോക്കുന്നത്. ബിക്കോസ് എനിക്ക് വീക്ക്ലി ബുള്ളിഷ് ആണ്, ഡെയിലി മാർക്കറ്റ് ബുള്ളിഷ് ആണ്. ആൻഡ് പക്ഷെ മന്ത്ലി മാർക്കറ്റ് എന്താണ്? ബെയറിഷ് ആണ്. മന്ത്ലിന്റെ ഏരിയയിൽ പ്രൈസ് അത്യാവശ്യം പ്രൊജക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. സോ എന്റെ H4 വരുന്ന സമയത്ത് ആ ഒരു ഡെയിലി വീക്ക്ലിനെ അലൈൻഡ് ആയിട്ടാണ് ഇവിടെ ബൈ ചെയ്യാൻ തന്നെ പ്ലാൻ ചെയ്യുന്നത്. ഓൾസോ എനിക്ക് ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്. ഞാൻ മുകളിലുള്ള സപ്ലൈയിൽ വന്നിട്ടാണ് അടുത്ത ഷോർട്ട്, ഈ കാണുന്ന സപ്ലൈയിൽ വന്നിട്ടാണ് അടുത്ത ഷോർട്ടിനുള്ള പ്ലാന് കാര്യങ്ങളൊക്കെ ചെയ്തത്. സോ ആസ് എക്സ്പെക്ടഡ് പ്രൈസ് എന്ത് ചെയ്തു? എന്റെ ഡിമാൻഡ് സോണിൽ വന്ന് ടാപ്പ് ചെയ്തു. സോ H4ന്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ H4ന്റെ ബേസിലാണ് ചാർട്ട് അനലൈസ് ചെയ്യുന്നതെങ്കിൽ എന്റെ എൻട്രി ചെയ്ത ടൈം ഫ്രെയിമിലായിരിക്കും? H4 ആണ് എന്റെ ഹയർ ടൈം ഫ്രെയിം ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നെങ്കിൽ എന്റെ എൻട്രിയിലായിരിക്കും M50യിലാണ് ഞാൻ എന്ത് ചെയ്യുക? എൻട്രി പ്ലേസ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ M5 യൂസ് ചെയ്യും. അല്ലെങ്കിൽ മൾട്ടി ടൈം ഫ്രെയിം അവിടെ എന്ത് ചെയ്യും? യൂസ് ചെയ്യും. സോ ഇവിടെ മൾട്ടി ടൈം ഫ്രെയിം ആണ് ചെയ്യുന്നത്. സോ പ്രൈസ് എന്ത് ചെയ്തു? എന്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വന്ന് ടാപ്പ് ചെയ്തു. സോ വൺസ് എന്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ടാപ്പ് ചെയ്തതിന് അടുത്ത് ചെയ്യേണ്ട കാര്യം എന്താണ്? ഇതൊക്കെ പ്രീവിയസ് ആയുള്ള സെഷനകത്ത് ഡിസ്കസ് ചെയ്താണ്. ഒരു ഹയർ ടൈം ഫ്രെയിം പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് അവിടെ വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പ്രൈസ് എന്ത് ചെയ്യണം? ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്റെ ടൈമിൽ പറയുകയാണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യണം? ഒരു സ്ട്രോങ് ക്യൂം മാർക്കറ്റിനകത്ത് പ്രൈസ് എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. വൺസ് സ്ട്രോങ് ക്യൂം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് മാർക്ക് ചെയ്യാം. എൻട്രി നോക്കാം. സോ ഇവിടെ വന്നിട്ട് പ്രൈസ് എന്ത് ചെയ്തു? എന്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വന്ന് ടാപ്പ് ചെയ്തു. ഞാൻ ചാർട്ട് നേരെ ഇതിലേക്ക് സ്വിച്ച് ചെയ്തു. M50യിലേക്ക് സ്വിച്ച് ചെയ്തു. സോ M50യിലേക്ക് വരുന്ന സമയത്ത് ഈ രീതിയിലായിരുന്നു അവിടുത്തെ പ്രൈസ് ആക്ഷൻ വന്നത്. ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ. സോ പ്രൈസ് എന്ത് ചെയ്തു? M50യിൽ വന്ന് ടാപ്പ് ചെയ്തു. ഫസ്റ്റ് ടാപ്പ് ഇവിടെ ചെയ്തു. ഈ കാണുന്ന ഏരിയയിൽ. പക്ഷെ എനിക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഒന്നും തന്നില്ല. പ്രൈസ് വീണ്ടും താഴോട്ട് വന്നു. വീണ്ടും ഡൗൺ സൈഡിലേക്ക് വന്നു. പിന്നെ പ്രൈസ് ജസ്റ്റ് ഒരു അപ്സൈഡ് മൊമെന്റ് തന്നു. ആൻഡ് കുറച്ച് നേരം ലിക്വിഡേറ്റ് ചെയ്തു. ഇവിടെ നോക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ നോക്കിയേ. അപ്പോൾ ഞാൻ ചാർട്ട് ഒന്ന് സൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ
ഇവിടെ എവിടെയും പ്രൈസ് എന്ത് ചെയ്യില്ല. എനിക്ക് ഇവിടെ പ്രൈസ് ടാപ്പ് ചെയ്തു. ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ തന്നു. അപ്സൈഡിലേക്ക് തിരിച്ച് എന്ത് ചെയ്തിട്ടില്ല, റിവേഴ്സ് ആയിട്ടില്ല. അഗെയിൻ വീണ്ടും പ്രൈസ് എന്ത് ചെയ്തു, ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ തന്നു. ജസ്റ്റ് ഹിയർ. അതിനുശേഷം പ്രൈസ് അപ്സൈഡിലേക്ക് പോയില്ല. വീണ്ടും പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ അപ്സൈഡിലേക്ക് പോകാൻ വേണ്ടി മാർക്കറ്റ് എന്ത് ചെയ്തു, ട്രൈ ചെയ്തു. പക്ഷേ ക്യാൻഡിൽ എന്തോട് കൂടി ക്ലോസ് ചെയ്തില്ല, ബോഡിയോട് കൂടി ക്ലോസ് ചെയ്തില്ല. സോ എനിക്കിവിടെ ജസ്റ്റ് ഒരു ലിക്വിഡേഷൻ മാത്രമേ നടന്നു. സോ വീണ്ടും പ്രൈസ് എന്ത് ചെയ്തു, പ്രീവിയസ് അല്ലെങ്കിൽ ലോനെ ഹണ്ട് ചെയ്തു. എന്നിട്ടാണ് പ്രൈസ് എന്ത് ചെയ്തത്, എനിക്ക് അപ്സൈഡിലേക്ക് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ തന്നത്. അപ്പോൾ എനിക്കിവിടെ മാർക്കറ്റിനകത്ത് എന്ത് കിട്ടി, നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൺഫർമേഷൻ സ്ട്രോങ് പ്രൈസ് ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ കിട്ടിയതിന് ശേഷമുള്ള സ്ട്രോങ് ക്യാം ഇത് അത്ര എന്താ പറയുക, ഒരു ചോപ്പി ആയിട്ടുള്ള ഏരിയ ആണ്. നോക്ക്, ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഹിയർ ഇസ് മൈ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഈ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ പ്രൈസ് വന്ന് ടാപ്പ് ചെയ്തിട്ട് കിട്ടുന്ന ഈ ഒരു കൺഫർമേഷനും അറ്റ് ദ സെയിം ടൈം അവിടെ വന്ന് ടാപ്പ് ചെയ്തു. ഒരുപാട് സമയം എടുത്തിട്ടാണ്, ഒരുപാട് ഇന്റേണൽസ് ഉണ്ടായിട്ട് തരുന്നതാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും പ്രോബിലിറ്റി എന്താണ്? രണ്ടും 2 രീതിയിലാണ്. വെച്ചാൽ ഇത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഹൈ പ്രോബിൾ ആണ്. ഇത് ഭയങ്കര ലോ പ്രോബിൾ ബിക്കോസ് ഇവിടെ ടൂ മെനി ലിക്വിഡിറ്റീസ് ഹിയർ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സെറ്റപ്പിൽ ഡയറക്റ്റ് ആയിട്ട് എൻട്രി എടുക്കാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹൈലി റിസ്കി. ഓക്കെ, റിമെമ്പർ ഇറ്റ്സ് ഹൈലി റിസ്കി. സോ ഇങ്ങനത്തെ സെറ്റപ്പാണ് എനിക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ബ്രേക്കറിലോ അല്ലെങ്കിൽ അടുത്ത ഡിമാൻഡ് സോണിലോ ഫ്ലിപ്പ് സോണിലോ ഒക്കെ ആകുമ്പോൾ എവിടെ വേണമെങ്കിൽ എൻട്രി എടുക്കാം. പക്ഷേ ഇത് എന്തല്ല, അത്ര പ്രിഫേർഡ് ആയിട്ടുള്ളതല്ല. അപ്പോൾ ഇങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ വരുവാണെങ്കിൽ ഇതിനകത്ത് വീണ്ടും പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ട്രേഡിനെ വീണ്ടും റീകൺഫേം ചെയ്യണം. ആ റീകൺഫർമേഷൻ തന്നെയാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എന്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഒന്ന് ടാപ്പ് ചെയ്തു, സ്ട്രോങ് ക്യാം കിട്ടി, വീക്ക് ക്യാം പ്രൈസ് മുകളിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യും. ഇനി അടുത്ത് ഞാൻ ചെയ്യേണ്ട കാര്യം എന്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് മാർക്ക് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എപ്പോഴും എന്തായിരിക്കും, ബ്രേക്ക് ബ്ലോക്ക്. സോ ഹിയർ മൈ ബ്രേക്ക് ബ്ലോക്ക്. സോ എന്റെ ബ്രേക്ക് ബ്ലോക്ക് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചു. പിന്നെ അതിന്റെ കൂടെ തന്നെ ഇവിടെ വേറെ കാര്യം ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ പ്രൈസ് ഇവിടെ ഇന്റേണലി എനിക്ക് എന്ത് തന്നിട്ടുണ്ട്, ഒരു കൈൻഡ് ഓഫ് ഒരു ലിക്വിഡേഷനോ ആൻഡ് ബ്രേക്ക്ഔട്ട് സെക്ഷനിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സോ റിമെമ്പർ വൺ തിങ്, എന്റെ മെയിൻ സ്ട്രക്ചറിന്റെ ബേസിലുള്ള സ്ട്രോങ് ക്യാം ഹിയർ, വീക്ക് ക്യാം ഹിയർ. ഓക്കെ, ഇത് ഇതിനകത്ത് തന്നെ പ്രൈസ് എന്തുണ്ട്, ഇന്റേണലി ചെയ്തിട്ടുണ്ട്. പ്ലസ് ഈ ഇന്റേണലി ക്രിയേറ്റ് ചെയ്ത ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അലൈൻഡ് ബ്രേക്ക് ബ്ലോക്ക് ആയിട്ട് അലൈൻഡ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് ജസ്റ്റ് ബ്രേക്ക് ബ്ലോക്കിന് താഴെ ലിക്വിഡിറ്റിയും ഉണ്ട്, നമ്മുടെ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും പ്രൈസ് അടക്കം. അപ്പൊ ഈ ഒരു ഒറ്റ പോസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇവിടെ ഈ ഒരു എൻട്രിക്കുള്ള ചാൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓൾസോ ഇത് 50% ഓഫ് ഏഷ്യയിലായിരുന്നു. സോ ഇതാണ് ഏഷ്യന്റെ ലോ എന്ന് പറയുന്നത്. ചെസ് ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ ഇവിടെ 5:45 ഇസ് ദ 5:30 കാൻഡിൽ ആൻഡ് 10:30 വരുന്നത് എവിടെയാണ്, ജസ്റ്റ് ഹിയർ. സോ ഓക്കെ, സോ എന്റെ ഏഷ്യന്റെ ലോ ടു ഹൈ ഞാൻ ജസ്റ്റ് നോക്കിയ സമയത്ത് 50% ഓഫ് ഏഷ്യയാണ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ കോൺഫ്ലുവൻസ് ആണ്. ഹയർ ടൈം ഫ്രെയിം പ്യുവൽ വന്ന് ടാപ്പ് ചെയ്തു, കൺഫർമേഷൻ കിട്ടി എം ഫിഫ്റ്റിയിൽ കൺഫർമേഷൻ കിട്ടി. എം ഫിഫ്റ്റിന്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ബ്രേക്ക് ബ്ലോക്ക് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഈ ബ്രേക്ക് ബ്ലോക്കിന് അലൈൻഡ് ആയിട്ട് ഇന്റേണലി പ്രൈസ് എന്തെങ്കിലും ഒരു സ്ട്രോങ് ക്യാം എനിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഇത് 50% ഓഫ് ഏഷ്യയുടെ ഒരു ഏരിയ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ മാർക്കറ്റിനകത്ത് പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡിമാൻഡ് സോൺ, ഓക്കെ, സിംപ്ലി ഈ ഇന്റേണലി ക്രിയേറ്റ് ചെയ്ത ഈ ഡിമാൻഡ് സോൺ ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ ഒരു എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തു. പ്ലസ് ഇതിന് എന്തും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കൈൻഡ് ഓഫ് റിലേറ്റീവ് ഈക്വലോ നമുക്ക് ലിക്വിഡിറ്റിയും പ്രൈസ് എന്ന് ക്രിയേറ്റ്. അപ്പൊ ഇത്രയും പ്രോബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സെറ്റപ്പിന് ഞാൻ എന്ത് ചെയ്തത്, ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷേ ഇവിടുത്തെ ഫസ്റ്റത്തെ എന്റെ ട്രേഡ് ഇറ്റ്സ് എസ് എൽ. ഞാനത് എന്റെ ഫസ്റ്റ് വന്ന മിസ്റ്റേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന ലാർജ് നമ്പർ ഓഫ് ഈ സെല്ല് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ റിസ്ക് ആയിട്ടുള്ള ട്രേഡ്, പക്ഷെ ഞാനത് ബ്രേക്ക് ഈവനിലാണ് ഞാൻ ആ ട്രേഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എന്റെ ഹൈ ടൈം ഫ്രെയിം പ്യൂർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചോപ്പി ആയിട്ടുള്ള ഒരു പ്രൈസ് ഒരു കൺഫർമേഷൻ ആണ് എനിക്ക് തരുന്നതെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എൻട്രി എടുക്കുന്നത് എന്തല്ല, സേഫ് അല്ല. വീണ്ടും ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വന്നിട്ട് എന്ത് ചെയ്യണം, ട്രേഡ് എടുക്കണം. അത് ഒന്നാമത്തെ റീസൺ. സെക്കൻഡ് റീസൺ, ഞാൻ ഇവിടെ എൻട്രി എടുക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഒരു പ്രൊട്ടക്ട് ഉള്ളവനെ താഴെ എസ് എൽ വെക്കാൻ. സോ ഹിയർ ഇറ്റ്സ് അറൌണ്ട് 12.5 പിപ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ അത്രയും വലിയ എസ് എൽ ഒന്നും അധികം ട്രേഡ് ചെയ്യാറില്ല, പ്രത്യേകിച്ച് 15 മിനിറ്റിലൊക്കെ. സോ ഇവിടെ ഞാൻ ആദ്യം വെയിറ്റ് എന്ന് വെച്ചാൽ പ്രൈസ് ഈ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വന്നതിന് ശേഷം എനിക്ക് ട്രേഡ് എന്ത് ചെയ്യാമെന്ന് കൺഫർമേഷൻ തരാം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു, M15 പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, M5 പോയി. ഓക്കെ, M5 വന്നതിന് ശേഷം ഒരു കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷെ ഞാൻ എത്രയൊക്കെ നോക്കിയിട്ടും എന്ത് കിട്ടിയില്ല, M5 കൺഫർമേഷൻ ഇല്ല. M5ന്റെ ഏരിയ വരെ വെയിറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യും, M3 പോകും. സോ M3 വന്ന സമയത്ത് എന്ത് ചെയ്തു, M3 പ്രൈസ് അവിടെ എന്ത് തന്നിട്ടുണ്ട്, ഒരു കൺഫർമേഷൻ മാർക്കറ്റിനകത്ത് പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ. ഇവിടെ പ്രൈസ് എന്ത് ചെയ്തു, M3 പ്രൈസ് സ്വീപ്പ് വന്നു, ബ്രേക്ക്ഔട്ട് സ്ട്രോങ് ക്യാം കിട്ടി. ഈ കാണുന്ന ഡിമാൻഡ് സോണിൽ ഞാൻ എന്ത് ചെയ്തു, എൻട്രി പ്ലേസ് ചെയ്തു. പ്രൈസ് ചെറുതായിട്ട് അപ്സൈഡ് മൊമെന്റം തന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എസ് എൽ ഇവിടെയുള്ള ട്രേഡിലുള്ള എസ് എൽ നേരെ ഇവിടേക്ക് കയറ്റി വെച്ചു. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ പ്രൈസ് സ്വീപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ഹിയർ. അപ്പോൾ മാർക്കറ്റിനകത്ത് എനിക്ക് എന്ത് കിട്ടി, ഒരു സ്ട്രോങ് ക്യാം കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നെക്സ്റ്റ്, ഈ കാണുന്ന M3യുടെ ഡിമാൻഡ് സോണിൽ എൻട്രി പ്ലാൻ ചെയ്തു. ഓക്കെ, ദെൻ എൻട്രി ഹിയർ, SL below the protector low with some breathing space. ടാർജറ്റ്
എനിക്ക് വേണേ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി വെക്കാം. പക്ഷെ എക്സ്റ്റേണൽ ഒന്നും ഞാൻ വെച്ചിട്ടില്ല. ഈ കാണുന്ന ഏരിയ ഞാൻ ടാർഗറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു M50, M30ന്റെ ബേസിലൊരു സപ്ലൈ ഉണ്ടായിരുന്നു. അതാണ് എന്റെ ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ പ്രൈസ് ഒരു അഗ്രസീവ് മൊമെന്റം അപ്സൈഡിലേക്ക് തന്ന പാടെ തന്നെ ഈ ഫസ്റ്റ് ബൈയും വോളിയം തന്ന പാടെ ഞാൻ എന്റെ ട്രേഡ് എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്യാൻ സെറ്റ് ചെയ്തു. ബിക്കോസ് ഓൾറെഡി ട്രേഡ് ചെയ്യാൻ കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു? ഇമ്മീഡിയേറ്റ് ആയിട്ട് ബ്രേക്ക് ഇൻ വെച്ചു. പ്രൈസ് തിരിച്ച് എന്ത് ചെയ്തു? അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് തിരിച്ച് താഴോട്ട് വന്നിട്ട് എന്ത് ചെയ്തു? എന്റെ ബ്രേക്ക് ഈവൻ ഹിറ്റ് ചെയ്തു. അപ്പൊ ഈ ഒരു ട്രേഡിനകത്ത് ഫസ്റ്റ് എടുത്ത ട്രേഡ് എനിക്ക് എന്തായിരുന്നു? ബ്രേക്ക് ഈവൻ ആയിരുന്നു. ആ ഒരു കമ്മീഷൻ മാത്രം എനിക്ക് കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. ഒരു $100-150 അടുത്ത് എന്തോ കമ്മീഷൻ മാത്രമേ എനിക്ക് ഇതിനകത്ത് കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. പക്ഷേ ഈ ഏരിയ സ്റ്റിൽ എനിക്ക് പ്രോബ്ലി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയ ആണ്. അത്യാവശ്യം പൊട്ടൻഷ്യൽ ഉണ്ട്. ലാസ്റ്റ് തവണ കണ്ട മാർക്കറ്റ് ഹ്യൂജ് സെൽ ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ എന്റെ പ്രീവിയസ് സെഷനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സെൽ ക്യാൻഡിൽ വരുവാണെങ്കിൽ നമ്മൾ മാർക്കറ്റിനകത്ത് നിന്ന് വെയിറ്റ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുക. അപ്പോൾ ഈ ട്രേഡ് എന്ത് ചെയ്തു? ബ്രേക്ക് ഈവൻ ആയി. എനിക്ക് നോ പ്രോഫിറ്റ് നോട്ട് ലോസിൽ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. തിരിച്ച് പ്രൈസ് എന്ത് ചെയ്തു? വീണ്ടും പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. പ്രൈസിന് ഇത് ബ്രേക്ക് ചെയ്യാനുള്ള ഉദ്ദേശമൊന്നുമില്ല. ഇവിടെ ചെയ്ത ഒറ്റ കാര്യം ഈ ലിക്വിഡേഷന് ശേഷം പ്രൈസ് വീണ്ടും എന്ത് ചെയ്തു? പ്രീവിയസ് ആയുള്ള സിംഗ് ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും എനിക്ക് എന്ത് കിട്ടി? മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. ഓക്കെ, സ്ട്രോങ് ക്യാൻ കിട്ടി. ഇത് കിട്ടിയ പാടെ തന്നെ ഞാൻ എന്ത് ചെയ്തു? ഈ കാണുന്ന ഡിമാൻഡ് സോൺ എന്ത് ചെയ്തു? ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചു. ഈ ഡിമാൻഡ് സോണിലായിരുന്നു എന്റെ ട്രേഡ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? പ്ലാന് ചെയ്തിട്ടുണ്ടായി. സോ എന്റെ എൻട്രി ഹിയർ SL ബിലോ ദ പ്രൊട്ടക്റ്റഡ് ലോ. ഞാൻ ഈ ടൈറ്റ് ആയിട്ട് വെച്ചില്ല. ഈ ഒരു കാണുന്ന ലോന്റെ താഴെ കുറച്ച് ഇറക്കി വെച്ചു. ടാർഗറ്റ് പ്രീവിയസ് ആയിട്ട് വെച്ച സെയിം ഏരിയ. ഇറ്റ്സ് അറൗണ്ട് 1:6 RR എന്താണ് ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ കാണുന്ന സെയിം ഏരിയ എന്ത് ചെയ്തു? ടാർഗറ്റ് വെച്ചു. പ്രൈസ് എന്ത് ചെയ്തു? ക്ലീൻ ആയിട്ട് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വന്ന് ടാപ്പ് ചെയ്തു. ദെൻ അപ്സൈഡിലേക്ക് എന്ത് ചെയ്തു? ഇമ്മീഡിയേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തു. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ കാണുന്ന ഏരിയന്റെ എന്റെ പൊട്ടൻഷ്യൽ കൂട്ടാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാം? പ്രൈസിനെ വീണ്ടും എന്ത് ചെയ്യാം? റീകൺഫേം ചെയ്യാം. സോ ഇവിടെ നോക്കുന്ന സമയത്ത് എനിക്ക് എന്തുണ്ടായിരുന്നു? ഡിമാൻഡും ഉണ്ടായിരുന്നു, ക്യുഎംഎൽ ഉണ്ടായിരുന്നു. അൺഫോർച്യുനേറ്റ്ലി ക്യുഎംഎൽ വന്നില്ല. ഡിമാൻഡിൽ പ്രൈസ് റിയാക്ട് ചെയ്തു, അപ്സൈഡിലേക്ക് പോയി. ഇതിനെ ഞാൻ ഒരു ലിക്വിഡിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ ലിക്വിഡിറ്റി എടുത്തിട്ട് ആ ലിക്വിഡിറ്റിന്റെ ജസ്റ്റ് ബിലോ ആണ് എന്ത് വെച്ചിട്ടുണ്ടായിരുന്നത്? എൻട്രി വെച്ചിട്ടുണ്ടായിരുന്നത്. പ്രൈസ് ആസ് എക്സ്പെക്റ്റഡ് എന്ത് ചെയ്തു? ക്ലീൻ ആയിട്ട് അവിടെ വന്നിട്ടുണ്ട്. റിയാക്ട് ചെയ്ത് അപ്സൈഡിലേക്ക് പോയിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഈ കാണുന്ന ട്രേഡ് എവിടെ വരെ ടാർഗറ്റ് വെക്കായിരുന്നു? നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലിക്വിഡിറ്റി പോയിന്റ് വരെ ടാർഗറ്റ് വെക്കാം. ഇവിടെ നമ്മൾ ഡെയിലിയുടെ ഒരു കേസൊക്കെ ഡിസ്കസ് ചെയ്തില്ലായിരുന്നോ? ഡെയിലിയുടെ ഒരു ഹ്യൂജ് ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓർമ്മയില്ലേ? ഈ കാണുന്ന ഏരിയക്ക് എനിക്ക് എന്ത് ചെയ്യാം? ടാർഗറ്റ് വെക്കാം. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർക്കറ്റിന്റെ റിയാക്ഷൻ ഇറ്റ്സ് അൺഎക്സ്പെക്റ്റഡ് ആണ്. അപ്പൊ ഈ കാണുന്ന ഏരിയക്ക് എനിക്ക് എന്ത് വെക്കായിരുന്നു? ടാർഗറ്റ് വെക്കായിരുന്നു. അതുവരെ അതൊക്കെ പ്രൈസ് കൂൾ ആയിട്ട് ആ ടാർഗറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോ അങ്ങനെ എടുക്കുവാണെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ആർആർ. അറൗണ്ട് എന്താ പറയാ 1:36 ആർആർ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മാർക്കറ്റ് കണ്ടീഷൻ ഭയങ്കര മോശമായതുകൊണ്ടാണ് ഇത്രയും വലിയ ആർആർ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാഞ്ഞത്? എടുക്കാഞ്ഞത്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ട്രേഡിന്റെ ബ്രേക്ക് ഡൗൺസ് കാര്യങ്ങളെല്ലാം. ആൻഡ് മോർണിംഗ് മാർക്കറ്റിനകത്ത് ഇവിടെ എൻട്രി ഉണ്ടായിരുന്നു. എൻട്രിക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പോഴും കൺഫർമേഷനോ കാര്യങ്ങളോ ഒന്നും പ്രൈസ് തന്നില്ല. ജസ്റ്റ് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. തിരിച്ച് ഇവിടെ വന്ന് സെല്ലിന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ മുന്നേ മാർക്കറ്റ് എന്ത് ചെയ്തു? താഴോട്ട് ഫോളോ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഡൗൺ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിനകത്തോ ഇനി എന്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം. നമ്മുടെ ഡിസ്കോർഡ് കമ്മ്യൂണിറ്റിനകത്തോ നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ട്രേഡിംഗ് കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ്സസിന്റെ അഡ്മിഷൻ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വരുന്ന 2 ആഴ്ചയിൽ നമ്മൾ അഡ്മിഷൻ ക്ലാസ്സസ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ മെന്റർഷിപ്പ് എന്റെ 1-to-1 സെഷൻസിന് താല്പര്യമുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെഷൻസ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. ഫുൾ കോഴ്സ് ഫുള്ളി സ്ട്രക്ചേർഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കോഴ്സിനകത്ത് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റിനകത്ത് വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്റ്റുഡൻസ് ആയിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റുഡൻസായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങളെല്ലാം നോക്കി നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സസ് ഒക്കെ എടുത്ത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? കോഴ്സിനകത്ത് ജോയിൻ ചെയ്താൽ മതി. അതുപോലെ തന്നെ യൂട്യൂബിനകത്ത് ഓൾറെഡി ഞാൻ ഒരുപാട് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ചെയ്തിട്ടുണ്ട്. ട്രേഡിംഗിന്റെ സ്മാർട്ട് മണി കോൺസെപ്റ്റ് A to Z കോഴ്സ് ഞാൻ സ്ട്രക്ചർ ചെയ്തിട്ട് യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ICTയുടെ ഡിഫറൻറ്റ് മൊഡ്യൂൾസ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതെല്ലാം കാണണമെങ്കിൽ യൂട്യൂബ് ചാനൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇതുപോലെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഓൺ ടൈം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സീ യു ദെൻ.